നമ്മൾ ഡേ 3 ആണ്. നമ്മളൊരു ബുദ്ധ ടെമ്പിൾ സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ പട്ടായയിൽ ശ്രീബുദ്ധ എന്ന് പറയുന്ന ആ പ്രതിമയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് 100ഓളം സ്റ്റെപ്പുകൾ കയറിയും മാത്രമേ ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ. എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ പട്ടായ. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിനുള്ളിലെ കാഴ്ചകളാണിത്. തുടക്കമായതേ ഉള്ളൂ. ഇത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് വെള്ളത്തിന് മുകളിലാണ് ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന പേര് വന്നിരിക്കുന്നത്. ഇതിന് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ചെറിയ ചെറിയ കനാലുകളുണ്ട്. ഈ കനാലുകളിലൂടെ നമുക്ക് ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഈ മാർക്കറ്റ് ഷോപ്പിംഗ് സെൻറ്ററാണ്. ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. തായ്ലൻഡുകാരുടെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. ഇവിടുത്തെ അമ്മ മഹാറാണി, രാജാവിൻ്റെ അമ്മയുടെ ഫോട്ടോയാണ് ഇതിൻ്റെ എൻട്രൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മനോഹരമായ ഒരു പ്ലേസാണ്. ഇതിനകത്ത് എല്ലാ സംവിധാനമുണ്ട്. ഹോട്ടലുണ്ട്, തുണിക്കടകളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ശ്രുതിമധുരമായ മ്യൂസിക് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദം നമുക്ക് ഈ വള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പം കേൾക്കാൻ പറ്റുന്നതാണ്. ഹായ് ഹായ് സബാട്ടിക്ക. നമ്മുടെ ഇന്ത്യൻ രൂപ കണക്ക് കൂട്ടുമ്പോൾ ഇവിടെ ഒരു ചായക്ക് 30 ബാത്താണ്. അപ്പോൾ ഇന്ത്യൻ രൂപ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 100 രൂപയോളം വരും. അപ്പോൾ ഇവിടെ വന്ന് ചായ കുടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, എടാ 100 രൂപയുടെ ചായയാണോ കുടിക്കുന്നതെന്ന്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളെ വിസിറ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തുകയാണ്. കാരണം ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ ബാത്ത് രീതിയിലാണ് ശമ്പളം കിട്ടുന്നത്. അവർക്ക് വിഷയമില്ല. പക്ഷേ നമ്മൾ ഇന്ത്യൻ റുപ്പിയായിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഇത് നമുക്ക് നഷ്ടമായിട്ട് തോന്നും. എന്തായാലും ഏത് സാധനം എടുത്താലും നമ്മുടെ ഇന്ത്യൻ രൂപ മനസ്സിൽ വെച്ച് വാങ്ങിക്കുമ്പം ഇത് നമുക്ക് വാങ്ങാൻ തോന്നുകയില്ല. എല്ലാ സാധനങ്ങളും സുലഭമായിട്ടിവിടെ കിട്ടും. പക്ഷേ അത് നമ്മുടെ ഇന്ത്യയിലെ വിപണിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ സാധനങ്ങൾക്ക് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. വരുമ്പോൾ ഇത് 1 ലക്ഷം രൂപയുടെ ബാത്തും കൊണ്ട് വേണം ഇനി ആരെങ്കിലും ടൂറിസത്തിന് വരാൻ. ഇപ്പം ഞങ്ങൾ 50,000 രൂപയുടെ ബാത്ത് കൊണ്ട് വന്നപ്പോൾ 2 സീ ബാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ കച്ചവടം കഴിഞ്ഞ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്ന കനാലിന് മുകളിലൂടെ ചെറിയ നല്ല പാലങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ചൈനീസിൻ്റെയും
തായ്ലാൻഡിൻ്റെയും ഒരു ആധുനിക ഓൾഡ് ഏജിലുള്ള ഒരു രീതിയിലാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൺട്രോത്തുരുത്തിൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും കെട്ടിടങ്ങളോ ഒന്നും ഇല്ലല്ലോ. അവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ വലിയ ടൂറിസത്തിന് സാധ്യതകൾ നമ്മുടെ കേരളത്തിലെ മൺട്രോത്തുരുത്തിലുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെയുള്ള ഇത് രാജകൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. എല്ലാം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള പല ബോട്ടുകൾക്കും പല ഷേപ്പിലാണ് ഉള്ളത്. നമ്മുടെ ആരോമല ഉണ്ണിയിൽ സിനിമയിൽ കാണുന്നത് പോലെയുള്ള വള്ളങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഞങ്ങൾ സഞ്ചരിച്ചത് സാധാരണ മനുഷ്യർ തുഴയുന്ന ഒരു ബോട്ടിലാണ്. സാധനങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങണമെന്ന് തോന്നും, പക്ഷേ നമ്മുടെ പോക്കറ്റ് കാലിയാവും. കാണുമ്പോൾ വളരെ ഇവിടുത്തെ അട്രാക്റ്റീവായ ഡിസൈനുകളുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. कितने? How much? Mango sticky rice, dry mango, one box 50 baht. തായ്ലാൻഡിലെ ഒരു പ്രധാനപ്പെട്ട ഫുഡാണ് മാംഗോ റൈസ്. ഇറ്റ് ഈസ് വെരി ഡെലീഷ്യസ് സൂപ്പ്. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ഫ്രൈഡ് റൈസ്, coconut jam and mango. It is super. We just visit and photo group, which is nothing. Just to see maybe 15 minutes. Yeah, nothing. Just see the Angkor Buddha and take a photo group. Not just 15 minutes, no problem. After finish Angkor Buddha, we go to for Coffee Wall. Coffee Wall not far from the Angkor Buddha. Finish Coffee Wall, we direct to Nong Nos Garden. Okay.